പാട്ടാണ് ഒന്നാം നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടിക്കളിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാ അതോ ഹലാലോ? എവിടെ നിങ്ങൾ നിൽക്കണത്? ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ ഹലാലോ ഹറാമൊക്കെ തീരുമാനിക്കണത് അറബികളുണ്ടോ ഇല്ല നോക്കിയിട്ടാ, അള്ളുണ്ടോ നോക്കിയിട്ടല്ല, അറബികളുണ്ടോ നോക്കിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ദീനാറിന്റെ കാര്യം എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. ദീനാർ എവിടെ വരണേ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ ദീനാറിന് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പല പണ്ഡിതന്മാരും മ്യൂസിക്കോട് കൂടി തൗഹീദ് കാസിൽ ഇറക്കിയിട്ടുണ്ട്. അവരിപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർത്തിയിട്ടില്ല. നിങ്ങൾ മുന്നോട്ട് വെക്കട്ടെ, പഠിച്ചോളി. എന്തുകൊണ്ടാണ് നമ്മളത് ഇറക്കണത്? പല വിഷയങ്ങൾക്കും ആളുകൾക്ക് നൽകേണ്ട മറുപടികൾ നൽകണമല്ലോ. ഞങ്ങൾക്കിതിന് പ്രമാണമുണ്ട്, ഞങ്ങൾക്കിതിനൊക്കെ തെളിവുകളുണ്ട്. ഏതൊരു സംരംഭത്തെയും അത്ര അപകടകരമല്ലെങ്കിൽ അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള മാർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്തു നിന്നുള്ള ചില കവികൾ പ്രവാചകരെയും സ്വഹാബികളെയും ഒക്കെ ഇസ്ലാമിനൊക്കെ ഇകഴ്ത്തിക്കൊണ്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കവിതകൾ ചൊല്ലിയപ്പോൾ റസൂൽ പറഞ്ഞു, ആരെങ്കിലും തിരിച്ചു പാടാൻ പറ്റുമല്ലോ? ഹസ്സാൻ ബിൻ സാബിത്ത് പറഞ്ഞു, ഞാൻ പാടിക്കോളാം. ഒരു ഉയരട്ടെടുത്തു, കയറി പാടിക്കൂടി ഇറങ്ങി. അതാ അവിടെ പാട്ടിനെ പാട്ടുകൊണ്ട്. പിന്നെന്താ, അന്ന് കിട്ടാവുന്ന ഉപകരണങ്ങളൊക്കെ മ്യൂസിക് രംഗത്ത് അവിടെ കിട്ടുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ദഫൊക്കെയാണ് അന്ന് കിട്ടാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഫിഖിന്റെ കിതാബിൽ നോക്കിയാൽ ഇങ്ങനെ കാണാം. എന്താ അറിയോ, ഈ നടു കുടുങ്ങിയ ചെണ്ട പറ്റുമല്ലേ എന്നാ ആരത്ര തടി ഉണ്ടാകാൻ മണ്ണുണ്ടാകുന്നുള്ളതാണ്. ചങ്ങായിമാരെ, ഇതിൻ്റെയൊക്കെ ശബ്ദം ഒരു കാസറ്റിലൊക്കെ കേട്ടാൽ കേൾക്കുകയൊക്കെ തിരിതൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ നടു കുടുങ്ങിയ ചെണ്ടയാണോ നടു കുടുങ്ങാത്ത ചെണ്ടയാണോ? ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ജാമിയ സലഫിയിലെ അബ്ദുറഹ്മാൻ സലഫി പാടിനേക്കാളും മെച്ചുണ്ടാവും ഇടക്കിടക്ക് സ്റ്റേജിലൊക്കെ ഗാനമേളയിൽ പാടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ തന്നെ അധ്യാപകനായ അബ്ദുൽ ഹമീദ് വഴിക്കടവ് പാടിയാൽ. അത്രയേ ഉള്ളൂ. ദഫ് കേൾക്കാൻ കുറച്ചുകൂടി സുഖം ഉണ്ടാവും എന്നർത്ഥം. അതാ വിഷയം. എന്നാൽ അതുമാത്രല്ല, കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതിൽ പരിചയമുണ്ട്. നമുക്കറിയാം, രണ്ടത്താണിയിൽ സെയ്ദ് മൗലവി ഇതിന് നമുക്ക് ഉദാഹരണം. സെയ്ദ് മൗലവി രണ്ടത്താണിയിൽ പിന്നെ മറുപടി പ്രസംഗം നടത്തിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ മൗലവിമാരെന്ത് ചെയ്യും? അവസാനം ഓല് എല്ലാവരും കൂടി വിളിച്ചുവിട്ടൊരു മൗലൂദ. സെയ്ദ് മൗലവി ചോദിച്ചു, അങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്കൊരു മൗലൂദേക്കാൻ. അങ്ങനെ അപ്പുറത്തുനിന്ന് മൗലൂദ് ഇങ്ങനെ ജോറായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം സെയ്ദ് മൗലവിനെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആധുനിക മൗലൂദ്. സെയ്ദ് മൗലവി 5-8 ചെറുപ്പക്കാരൊക്കെ ഒരു കൂട്ടി നല്ലൊരു മൗലൂദ് ഉണ്ടാക്കിയിട്ട് ഓലെ കൈ കൊടുത്ത് പാടിക്കൂടി ഇടാറ്. അപ്പൊ അപ്പുറത്ത് ഇങ്ങനെ മൗലായ സല്ലി വസല്ലിൻ അബദാ എന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് സെയ്ദ് മൗലവിന്റെ കുട്ടികൾ പാട്ട്. എന്താ പാട്ട്? നാലാലൊരു മദ്ഹബിൽ നിക്കാതെ എങ്ങിനെയാ തോന്നുമ്പ തോന്നിയ പോൽ ഫത്വക്ക് പറ്റിടുമോ മൗലിയാർക്ക് ചെല്ലുമ്പോ കറി. ഇത് മൂപ്പരുണ്ടാക്കിയ മൗലൂദാ. തീർന്നില്ല, അപ്പുറത്ത് പിന്നെയും വരുന്നുണ്ട്. സ്വലാത്തും തസ്ലീമും വഅദ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. സെയ്ദ് മൗലവിന്റെ ഇവിടുന്ന് അങ്ങോട്ട് എന്താ, ഹലാലും ഹറാമും നോക്കി നിന്നാലോ പട്ടിണി, ഇതാരാന്റെ ചോറും പൈസ തട്ടാലോ തക്കിടി. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതിനൊക്കെ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. അപ്പൊ അപ്പുറത്ത് ആരെങ്കിലും ഗാനമേള നടത്തിയിട്ടാണ് മറുപടി പറയണമെങ്കിൽ പറ്റുന്ന കോലത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത വിധത്തിൽ ആ മാർഗത്തിൽ ഞങ്ങൾ തിരിച്ചു പറയും. അത് നിങ്ങൾക്ക് ഹറാമെന്നുണ്ട് കാര്യമില്ല. കാരണം ജാമിയ നദിവേൽ അധ്യാപകനടക്കം മ്യൂസിക് വെച്ച് സ്റ്റേജിൽ ഗാനമേള നടത്തുന്ന ആളാ. എന്നിട്ട് അയാളെ പിരിച്ചുവിട്ടിട്ട് വരികൾ മ്യൂസിക് ഹലാലോ ഹറാമോ എന്ന് ചർച്ച. ഞാൻ അത് പറഞ്ഞെന്തിനാണെന്നറിയോ? ഈ സാധനം ഹലാലോ ഹറാമോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനും ജമിയത്തുലമയുടെ പേരിൽ യോഗം കൂടി ആൾക്കാരെ വരും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഷിർക്കിലേക്കും കുഫറിലേക്കും ഖുറാഫാത്തിലേക്കും കൊണ്ടുപോകുന്ന ഈ ജിന്നുകൂടെ വിവാദവുമായി ഇങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്തേ ഒന്ന് കൂടിക്കൂടായിരുന്നോ, ഒന്ന് ചർച്ച ചെയ്തുകൂടായിരുന്നോ? എന്നിട്ട് പോരെ ഈ ടീമിനെ പുറത്തേക്ക് വിടാൻ. ശംസുദ്ദീൻ പാലത്തിനെ കുറച്ച് പണ്ഡിതന്മാർ കൂടി തിരുത്തി പോലും. എവിടെ തിരുത്ത്, എന്താ തിരുത്ത്, ഏതാ വിഷയം തിരുത്ത്? ഞാൻ കുറച്ചുകൂടി ഇവിടെ ക്ലിപ്പിങ്സ് ഇടുന്നുണ്ട്. എനിക്ക് ആ തിരുത്തൊക്കെ അറിയണമെന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ വിടൂല. പിന്നൊരു മഹാനാരാന്ന് ഇതിൽ തിരുത്തിയാള് അത് കെ സക്കരിയ സ്വലാഹിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സാൽവേഷനിൽ ഇറക്കിയിരിക്കുന്ന ലഘുലേഖയിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാളുടെ പിന്നെ പ്രതികരണം. എന്നാലേ ഈ കെ സക്കരിയ സ്വലാഹി ഇറക്കിയ സാധനമാണിത്. ജിന്നും സിഹിറും മടവൂരികളുടെ ദുഷ്പ്രചരണവും
സക്കരിയ സ്വലാഹിന്റെ സാധനമാണത്. ഇതില് അൽമനാറിൽ ജിന്നി സിഹിറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് KK സക്കരിയയുടെ വിശദീകരണം നമുക്ക് കേട്ടോക്കാം. മറുപടി ഒന്ന്, ആരോപണം: പിശാചി രൂപം മാറി വന്ന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ നില തന്നെ അവതാളത്തിലാകുമെന്ന് 1986 ഫെബ്രുവരിയിൽ അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണോ? മൂപ്പരനെ ചോദ്യം ചെയ്തത്, മൂപ്പരനെ ഉത്തരം ചെയ്തത്. ചോദ്യം അൽമനാറിനെ വെച്ചിട്ട് സംഭവം ശരിയാ. ഉത്തരം എന്താ? മറുപടി: അൽമനാറിൽ വന്നത് ശരിയാണ്, പക്ഷേ എഴുതിയത് APO TPO അല്ല. 88 അൽമനാറിന്റെ വക്താവാര APO TPO അല്ല, ഉറപ്പന്നല്ലേ? പിന്നാരാ? KP മുഹമ്മദ് മൗലവി. ശരി, ബാക്കി വായിക്കട്ടെ. ആരാ ഇത്? മറിച്ച് സാക്ഷാൽ എടവണ്ണ അബ്ദുസ്സലാം സുല്ലമിയാണ്. KP മുഹമ്മദ് മൗലവിയുടെ കാലത്ത് കുറച്ചു കാലം അൽമനാറിൽ ചോദ്യോത്തരം എഴുതാൻ ഇയാളെ ഏൽപ്പിച്ചിരുന്നു. ആ സന്ദർഭം മുതലെടുത്ത് ഇയാൾ തന്നെ അക്കാലത്ത് എഴുതിയ ലേഖനം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച് ഇയാളും ഹുസൈൻ മടവൂരും KNMന്റെ ആദർശം അതാണെന്ന് ആരോപിക്കുന്നു. മനസ്സിലായല്ലേ? എന്നിട്ട് കുറച്ചുകൂടി താഴെ ഇയാൾ പിന്നെ കൊടുക്കാൻ തരാം. ഈ ഫത്വ പുറത്തുവിട്ടവർ അത് പിൻവലിക്കുകയോ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ 15 വർഷം കടന്നുപോയി. ചുരുക്കത്തിൽ ഇതിലൊന്നും മറുപടി പറയേണ്ട ബാധ്യത KNMനില്ല. എല്ലാം ഈ സുല്ലമിയുടെ പേനയുണ്ടാക്കിയ ദ്രോഹം തന്നെയാണ്. അൽമനാറിൽ സുല്ലമി എഴുതിയതിന് തിരുത്ത് കൊടുക്കേണ്ടത് സുല്ലമി തന്നെയാണ്. ഇത് എന്തൊക്കെ മനസ്സിലായപ്പോ? ഒന്ന്, ഇവിടെ അൽമനാറിൽ വന്നിരിക്കുന്ന വിഷയം എന്താ? ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വരില്ല, പിശാചിന് മനുഷ്യന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല, അതുപോലെ സിഹിർ ബാധിക്കൂല, തുടങ്ങിയിരിക്കുന്ന കുറെ സംഗതി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനെക്കുറിച്ച് സക്കരിയ സ്വലാഹി പറയുന്നത് എന്താ? അത് KP മുഹമ്മദ് മൗലവിയുടെ കാലത്താണ് APയും TPയും അല്ലാതെ എഴുതിയത്. അപ്പോ ജിന്ന് സിഹിർ വിഷയങ്ങളിൽ KP മുഹമ്മദ് മൗലവി ഒരു ഭാഗത്തും APയും TPയും മറുഭാഗത്തും ആയിരുന്നു. നിങ്ങൾ ഇവിടെ ആരെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? APയും TPയും ആണോ അതോ KP ആണോ? KP മുഹമ്മദ് മൗലവിയുടെ വിശ്വാസം എന്താ? ജിന്ന് പിശാച് മനുഷ്യരൂപത്തിൽ വരില്ല, സിഹിർ ബാധിക്കില്ല, അതിന് ഫലമുണ്ടാവില്ല എന്ന് KPയുടെ വിശ്വാസം. അതുകൊണ്ടാണ് KP നേതൃത്വം കൊടുക്കുന്ന, KP നയിക്കുന്ന അൽമനാറിൽ ആ ലേഖനം വന്നത്. എന്നാലോ APക്കും TPക്കും അതിൽ ബന്ധമില്ല, അതിനാൽ അവർ ഉത്തരവാദികളല്ല. അപ്പൊ അവരുടെ വിശ്വാസം വേറെയാണ്. ശരി, കുറച്ചുകൂടി താഴോട്ട് പിന്നെന്താ? എടവണ്ണ സുല്ലമിയാണ് അത് എഴുതിയത്. എടവണ്ണ സുല്ലമിയാണോ എഴുതിയത്? ചോദ്യോത്തര പങ്ക്തിയിൽ വന്ന വിഷയമാണ്. എടവണ്ണ സുല്ലമിയാണോ എഴുതിയത്? അബ്ദുസ്സലാം സുല്ലമി KP ഉള്ള കാലത്ത് അൽമനാറിൽ ചില ചോദ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുള്ളത് ശരിയാണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിന്റെ സംഗതി എന്താ? KP മുഹമ്മദ് മൗലവിക്ക് വരെ അബ്ദുസ്സലാം സുല്ലമിയെ വിശ്വാസമാണെന്നർത്ഥം. ഈ ആൾക്കാർക്ക് മാത്രമേ വിശ്വാസമില്ലാത്തുള്ളൂ. KP മുഹമ്മദ് മൗലവിക്ക് വരെ അബ്ദുസ്സലാം സുല്ലമിയെ വിശ്വാസമാണ്. അതുകൊണ്ട് ചോദ്യോത്തര പങ്ക്തി അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നല്ല പറഞ്ഞാൽ ചുരുക്കം. ശരി, എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതായിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ പറയണത് എന്താ? അൽമനാറിൽ വന്നിരിക്കുന്ന ഈ പരാമർശത്തിന് തിരുത്തു കൊടുക്കേണ്ടത് എടവണ്ണ സുല്ലമിയാണ്.